ഹായ് ഫ്രണ്ട്സ്, ഈ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഇത് തെറ്റിപ്പോയതാണോ അതോ തെറ്റിച്ചെഴുതിയതാണോ എന്ന്. ഇത് തെറ്റിപ്പോയതുമല്ല, തെറ്റിച്ചെഴുതിയതുമല്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ തമ്മിൽ. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എത്ര പെർഫെക്റ്റ് ആവാൻ നോക്കുന്നുണ്ടോ അത്രയും നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്, നമ്മളെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും വരുന്നില്ല. എങ്കിൽ ആളുകൾ നമ്മളെ ഒരു റോബോട്ടൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. ഇതിന് നിങ്ങൾക്ക് വ്യക്തമായില്ലെങ്കിൽ ഞാൻ അമേരിക്കയിൽ നടന്ന ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു സയൻറ്റിസ്റ്റ് ഒരു കോളേജിലേക്ക് ചെന്ന് കോളേജിൽ രാവിലെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഈ പ്രസൻറ്റ് ചെയ്യുന്ന രണ്ടാളുകളും ഈക്വലി ഇൻ്റലിജൻ്റ് ആണ്, പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ള രണ്ടാളുകളാണ്. അപ്പോൾ ഈ രാവിലെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആളെടുത്ത് ഈ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞു, നിങ്ങൾ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഒരു മിസ്റ്റേക്ക് പോലും വരുത്തരുത്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പോലും വരുത്തരുത്, ക്ലിയർ ആയിട്ട് പ്രസൻറ്റേഷൻ ചെയ്ത് അവസാനിപ്പിക്കണമെന്ന്. അങ്ങനെ പുള്ളി ചെന്നു, എല്ലാവരെയും കുട്ടികളെയൊക്കെ വെൽക്കം ചെയ്തു, പ്രസൻറ്റേഷൻ തുടങ്ങി. ഒരു തെറ്റ് പോലും വരുത്താതെ ഫുൾ ചെയ്ത് അവസാനിപ്പിച്ചു. അങ്ങനെ രണ്ടാമത്തെ ആളെടുത്ത് ഈ സയൻറ്റിസ്റ്റ് പറഞ്ഞു, നിങ്ങളും ഇതേക്ക് തന്നെ അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ പ്രസൻറ്റേഷൻ ചെയ്ത് അവസാനിപ്പിക്കണം, പക്ഷേ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെറിയ 2 മിസ്റ്റേക്കുകൾ അവിടെ വരുത്തണമെന്ന്. അങ്ങനെ പുള്ളി ഒന്നും എല്ലാവരെയും വെൽക്കം ചെയ്തു, പ്രസൻറ്റേഷൻ തുടങ്ങി, നന്നായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് പുള്ളി ഒരു കോഫി എടുക്കാൻ നേരം കുറച്ച് കോഫി സ്ലിപ്പായി തറയിപ്പോയി. അപ്പം കുറേ പിള്ളേർ ചിരിച്ചു. അപ്പം പുള്ളി പറഞ്ഞു സോറി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിന്നെ ആ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം പുള്ളിയുടെ വായിൽ നിന്ന് അറിയാതെ ഒരു വാക്ക് തെറ്റിച്ച് പറഞ്ഞു. അപ്പം കുറേ പിള്ളേരൊക്കെ ചിരിച്ചു. അപ്പോൾ പുള്ളി ആ തെറ്റ് അംഗീകരിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് പിന്നെ ആ പ്രസൻറ്റേഷൻ തുടർന്നു. അങ്ങനെ പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചു. 2 പ്രസൻറ്റേഷനും കഴിഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഈ സയൻറ്റിസ്റ്റ് റൂമിലോട്ട് കയറി വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാണ്, രാവിലെ ചെയ്ത ആളെയാണോ ഉച്ച കഴിഞ്ഞ് ചെയ്ത ആളെയാണോ എന്ന്. അപ്പം അതിൽ 50 കുട്ടികളിൽ 42 കുട്ടികളും പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് പ്രസൻറ്റ് ചെയ്ത ആളെയാണെന്നുള്ളത്. കാരണം പുള്ളി ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, മറ്റേ ആളെക്കാളും മിടുക്കനായതുകൊണ്ടല്ല. പുള്ളി മനുഷ്യ സഹജമായ 2 തെറ്റുകൾ വരുത്തി. അത് ആ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം ഇപ്പം നമ്മളുമായിട്ടോ നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ നേച്ചറുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് കേരളത്തിലെ 2 പ്രമുഖ വ്യക്തികളെ വെച്ച് പറഞ്ഞുതരാം. ആദ്യത്തേത് പൃഥ്വിരാജ് സുകുമാരൻ, സിനിമാ നടൻ. പുള്ളി അടിപൊളി പെർഫെക്റ്റ് ഡയറക്ടറാണ്, പെർഫെക്റ്റ് ആക്ടറാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ ഇൻ്റലിജൻ്റ് ആയിട്ട് മറുപടി പറയുന്ന ആളുമാണ്. അപ്പം പുള്ളിയുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പെർഫെക്റ്റ്നെസ് ആണ്. ഈ പുള്ളി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയുടെ കുറ്റങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ പുള്ളി ആളുകളൊരു റോബോട്ടൊക്കെ ആയിട്ടാണ് ചില ആളുകൾ കാണുന്നത്. കാരണം ഇയാളെ നമ്മളുമായിട്ടോ നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ടോ ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഈ പൃഥ്വിരാജിനെ അത്രയ്ക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം. നമുക്ക് ഇതേ സ്ഥാനത്ത് വേറൊരാളെ എടുക്കാം, ധ്യാൻ ശ്രീനിവാസൻ. പുള്ളിയെ ഇഷ്ടപ്പെടാത്തവരങ്ങനെ ആരുമില്ല, എല്ലാവർക്കും പുള്ളി ഇഷ്ടമാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും പുള്ളി ഇഷ്ടമാണ്. എൻ്റെ അർത്ഥം പുള്ളി പൃഥ്വിരാജിനേക്കാളും മികച്ച ഡയറക്ടറാണ്, ആക്ടറാണ്, ഇൻ്റലിജൻ്റ് ആണെന്നൊന്നും അല്ല, ഇതൊന്നും അല്ല. പക്ഷേ എന്നിരുന്നാലും പുള്ളി ഇഷ്ടമാണ്. കാരണം പുള്ളി ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുമ്പം പറയുന്ന ചില ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂമൻ നേച്ചറുണ്ട്. അതായത് പുള്ളിക്ക് തെറ്റുകൾ പറ്റും, പുള്ളി അതിനെ ഓപ്പണായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, നാളെ തൊട്ട് നിങ്ങളെയൊന്ന് മിസ്റ്റേക്ക് കൂടെ വരുത്താൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ജോലിയുടെ പോകത്തതേ ഉള്ളൂ. ഇപ്പം ധ്യാൻ്റെ കാര്യത്തിൽ ധ്യാൻ്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു, ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും. എന്നിട്ടാണ് പുള്ളിയുടെ ഈ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ക്ഷമിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഒരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് ആവും തോറും നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ചില ആളുകളുണ്ട്, എനിക്ക് തെറ്റ് പറ്റത്തില്ല, ഞാൻ തെറ്റ് വരുത്തത്തില്ല, ഈ ചിന്താഗതിയോടെ നടക്കുന്നത്. അത് ശരിയല്ല. കാരണം നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ നമുക്ക് പറ്റും. അതിനെ അംഗീകരിച്ച് ആ ഓപ്പൺനെസ്സോടെ മുന്നോട്ട് പോകുന്നവരെയാണ് കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് വെച്ചാൽ പ്രോഡ്ഫോൾ എഫക്റ്റ് എന്നാണ്. അതായത് നമ്മൾ എത്ര പെർഫെക്റ്റ് ആവാൻ നോക്കുന്നുണ്ടോ അത്രയും നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.